PM ശ്രീ പദ്ധതി വിവാദമായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അത് ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല. അത് 265 സ്കൂൾ സെലക്ട് ചെയ്ത് നടത്തുക, കേന്ദ്ര ഗവൺമെൻറ് സിലബസ് പോലുള്ള കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക, അപ്പോൾ നോക്കുക, എന്നിട്ട് ഇതിൽ ഒപ്പിട്ടിട്ട് SSKയുടെയൊക്കെ പൈസ മേടിക്കുക, SSAയുടെ പൈസ മേടിക്കുക, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ശമ്പളവും ഒക്കെ മേടിച്ചെടുക്കുക. ഇതാണ് യുക്തിപരമായ ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടുന്നത്. സെൻട്രൽ ഗവൺമെൻറ് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കും, എല്ലാ പദ്ധതികൾക്കും ഉണ്ടാക്കും. ഈ ഉണ്ടാക്കുന്ന പദ്ധതികൾക്കെല്ലാം കൃത്യമായ MOU കാണും സ്റ്റേറ്റുമായിട്ട്. ഈ MOUയിൽ പറയുന്ന ഒരു 95% കാര്യങ്ങളും ഒരു സ്റ്റേറ്റും ചെയ്യാറില്ല. അതാണ് എൻ്റെ രസകരമായ കാര്യം. ജലജീവ മിഷൻ കേന്ദ്രം ശരിക്കും പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളത്തിൽ ജലനിധി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ മാതൃകയിൽ പ്രവർത്തിക്കണമെന്നാണ്. വാട്ടർ അതോറിറ്റി അതാണോ ചെയ്യുന്നത്? വല്ലതും ചെയ്തു അവരെ? ഒന്നും ചെയ്തില്ല. ഗവൺമെൻറ് ഫണ്ട് വരുന്നു, ചെയ്യുന്നു, പോകുന്നു. ഇങ്ങനെ 100 കണക്കിന് പദ്ധതികളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് വളരെ ബ്രോഡായിട്ടൊരു ഗൈഡ് ലൈൻ പറയും, അതൊരു വശത്ത് നിൽക്കും, നമ്മൾ വേറെ വശത്ത് പണി നടത്തും. സിലബസും കരിക്കുലം എന്ന് പറയുന്ന ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്റിന് സമ്പൂർണ്ണമായ ഒരു സ്റ്റേറ്റിൽ കയറി ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. NEPയുടെ ഭാഗമായി, നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിരവധി പരിഷ്കാരങ്ങൾ നമ്മൾ നടപ്പിലാക്കിയും കഴിഞ്ഞു. അല്ലെങ്കിൽ ശക്തമായിട്ട് NEP അങ്ങ് എതിർക്കണം. നമ്മൾ നടപ്പിലാക്കിയും കഴിഞ്ഞു. FUGP 4 years ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് 4 വർഷ ബിരുദ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നടത്തി. സെമസ്റ്റർ പരിപാടികൾ നടത്തുന്നു. PM ഉഷ എന്ന് പറഞ്ഞ് നമ്മൾ പൈസ മേടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അതിനിടയിൽ ഒരു അനാവശ്യ തർക്കമാണ് PM ശ്രീയിൽ കൊണ്ടുവന്നത്. ഒരു കാര്യമില്ലായിരുന്നു. ആൾറെഡി കേരളത്തിൻ്റെ SCERT സിലബസിൽ കുറേ NCERT സിലബസ് ഉണ്ടെന്നേ. അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്നതിനകത്ത് PM ശ്രീക്കകത്ത് കരിക്കുലവും പിന്നെ സിലബസും ഒന്നും അവർ തരണ്ട, നമ്മൾ നോക്കിക്കോളാം എന്ന് പറയുക. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ലേ പോകാൻ പറ്റുള്ളൂ. ഇത് രാഷ്ട്രീയ സമരമല്ല. രാഷ്ട്രീയ സമരം പുറത്ത് ചെയ്യണം. നയങ്ങൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യണം. ഭരണമെന്ന് പറയുന്നതും ഇത് രണ്ടും രണ്ടാണ്. രണ്ടും രണ്ടായിട്ട് തന്നെ പോകണം. പിന്നെ PM എന്ന പേര് വയ്ക്കുന്നതാണ് ഇത് വിഷയമെങ്കിൽ എത്ര പ്രോഗ്രാമിലൂടെ പേര് വെച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ആവാസ് യോജന, ജവഹർലാൽ നെഹ്റു, JNNRU എന്നൊക്കെ പറഞ്ഞ് അർബൻ മിഷൻ, എന്തെല്ലാം പ്രോഗ്രാംസ്, രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ മിഷൻ, എത്ര പ്രോഗ്രാംസ്. ഈ BJPയുടെ തന്നെ ദീനദയാൽ ഉപാധ്യായ, പിന്നെ എന്താണ് പിന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അടൽ പ്രോജക്റ്റുകളുണ്ട്, വാജ്പേയിയുടെ പേരിൽ പ്രോജക്റ്റുകളുണ്ട്, ഒരുപാട് പ്രൊജക്റ്റ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി എന്ന പേരിൽ പ്രൊജക്റ്റ് ഇല്ല, PM എന്ന പേരിലേ ഉള്ളൂ. കേരളത്തിൽ CM കെയർ ഉണ്ട്. കേരളത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാർ CM കെയർ നടപ്പിലാക്കിയില്ലേ? ഉണ്ട്. ഒബാമ കെയർ ഉണ്ടായിരുന്നു അമേരിക്കയിൽ. ഇതൊക്കെ വരും. അതിൻ്റെ പേരിൽ ഏതെങ്കിലും പേര് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോട്ടോ വെച്ചെന്നൊക്കെ പറഞ്ഞ് ഈ കിട്ടുന്ന പണം വാങ്ങി ചിലവാക്കാതിരിക്കുന്ന വളരെ വികലമായ നയത്തിൽ നിന്ന് UDF പിന്മാറി കൃത്യമായി അവർക്ക് ഉർവശി ശാപ ഉപകാരമായതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ് MOUയിൽ ഒപ്പുവെച്ചത് കൊണ്ട് ഞങ്ങൾ സ്കൂളുകൾ തിരഞ്ഞെടുത്തു, സ്കൂളുകൾ നടപ്പിലാക്കും എന്നൊരു ലൈനിലേക്ക് പിടിച്ചു. ഇന്നലെ UDFൻ്റെ യോഗം ഉണ്ടായിരുന്നു. അതിൽ വളരെ ശക്തമായി ചില എതിർപ്പുകളും ചില ചർച്ചകളും ഡിബേറ്റുകളൊക്കെ നടന്നു എന്നറിയുന്നു. പക്ഷേ എന്തായാലും ശക്തമായി PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണ്. 265 സ്കൂളുകൾ ഏത് വേണം എന്ന് സ്റ്റേറ്റ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലല്ലോ സ്കൂളുകൾ, സ്റ്റേറ്റിലെ സ്കൂളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? സ്റ്റേറ്റ് തിരഞ്ഞെടുക്കും. പിന്നെ സിലബസും കരിക്കുലവും പ്രശ്നമാക്കണേ കോടതി പോകും എന്നും പറഞ്ഞിട്ടുണ്ട്. കൃത്യമാണ് പരിപാടി. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് ഭരണം. അപ്പോൾ അല്ലാതെ പിണറായി വിജയൻ രഹസ്യമായിട്ട് ചൂടപ്പം ചൂടും പോലെ പാതിരാത്രി ഒപ്പുവെച്ചു, പിന്നെ അത് ക്യാബിനറ്റിൽ വയ്ക്കുന്നു, ക്യാബിനറ്റ് അല്ല വയ്ക്കാതിരിക്കുന്നു, അപ്പോൾ അവിടെ ചർച്ച ചെയ്യുന്നു. അലിമ്പാക്കിയില്ലേ? ഈ ഒരു അലിമ്പും ഇല്ലാതെ ഇത് നടപ്പിലാക്കാൻ വരുന്നത് LDFന്. ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് അങ്ങ് നടപ്പിലാക്കാമായിരുന്നു. ആവശ്യമുള്ള പൈസയും അയക്കാൻ. ഇതിപ്പോൾ 2-3 വർഷവും നഷ്ടപ്പെടുത്തി, 4 വർഷവും നഷ്ടപ്പെടുത്തി, പണവും നഷ്ടപ്പെടുത്തി, SSAയുടെ പൈസയും കളഞ്ഞ്, പാല് പുളിച്ച് മോരും പുളിച്ച് ആകെ നാശക്കോട്ടയായി.
മോരിലെ പുളിയും പോയി, നശിച്ച്. അത് കുറേ ദിവസം ഇരുന്നതിൻ്റെ പുളിയും പോയി. എന്തായാലും PM-ശ്രീ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇന്നലെ UDF-ൻ്റെ കൺവീനർ അടൂർ പ്രകാശും അതുപോലെ തന്നെ മന്ത്രിയും ഒക്കെ വളരെ കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നടപ്പിലാക്കും, പക്ഷേ ചില കണ്ടീഷൻ വെച്ചേ നടപ്പിലാക്കുള്ളൂ. 265 സ്കൂളുകളെ കേരളം തീരുമാനിക്കും. അതിൽ കേന്ദ്രത്തിന് തർക്കം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പറയുന്നത് MOU ഒപ്പുവെച്ച് പോയതുകൊണ്ട് ഇനി പിറകോട്ട് മാറാൻ പറ്റില്ല. മൂന്നാമത് പറയുന്നത് സിലബസും കരിക്കുലത്തിൻ്റെ പേരിൽ ഒരു അധിനിവേശത്തിന് വന്നാൽ, ഒരു ഇൻവേഷൻ, സ്റ്റേറ്റിൻ്റെ പുറത്തൊരു ഇൻവേഷന് വന്നാൽ ഞങ്ങൾ കോടതിയിൽ അത് ചോദ്യം ചെയ്യും. സുഖമല്ലേ? വളരെ സുഖമല്ലേ PM-ശ്രീ? അപ്പം അങ്ങനെ PM-ശ്രീയുടെ കുരു കഴിയുന്നു. ഇനിയിപ്പോൾ എന്താണ് ഇടതുപക്ഷം പറയാൻ പോകുന്ന ഒരു ന്യായം എന്നാണ് അറിയേണ്ടത്. അവർ കുറേ ന്യായം പറയുമായിരിക്കും, ചിലപ്പോൾ സമരം നടത്തുമായിരിക്കും, ഒക്കെ നടത്തും. പക്ഷേ കാര്യമില്ല. എന്തായാലും 265 സ്കൂളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF-ൻ്റെ തീരുമാനം. ഇന്നലത്തോടുകൂടി അതിലൊരു നല്ല തീരുമാനം വന്നിട്ടുണ്ട്. അത് കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും മുന്നോട്ട് പോകേണ്ടതുമാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെ കൃത്യമായിട്ട് വാങ്ങേണ്ടതാണ്. പദ്ധതികൾ പിടിച്ചു വാങ്ങണം, ബാക്കി നമ്മൾ അടിയുണ്ടാക്കണം. അല്ലാതെ എല്ലാം കൂടി ഇരുന്ന് ചെയ്യുന്നതല്ല ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും PM-ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു.